രണ്ടാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ തീയായി കത്തിപ്പടർന്ന് അഷ്കർ അലി ചിത്രം സംഭവം അധ്യായം 1. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള സംഭവം അധ്യായം എന്ന് പറയുന്ന സിനിമയുടെ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടും രണ്ടാം ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആസിഫ് അലിയുടെ അനിയൻ അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, സെന്തിൽ കൃഷ്ണ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു സതീഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ. ഒരു മിസ്റ്ററി ത്രില്ലർ ടൈം ലൂപ്പ് ചിത്രമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രം ഇതിനോടൊപ്പം തന്നെ മികച്ച റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ ആഴ്ച പിന്നീടൊപ്പം തന്നെ 3.5 കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസ് സ്വന്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ഞായറാഴ്ചയായിട്ടുള്ള ചിത്രത്തിന് ഇന്നും കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 40 മുതൽ 50 ലക്ഷത്തിനടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചതാണ് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് 70 നിന്നും 150 തിയേറ്റർ വരെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ചെറുതെങ്കിലും നേരിയൊരു അനക്കം തിയേറ്ററുകളിൽ സൃഷ്ടിക്കുന്ന ചിത്രമായിട്ട് സംഭവം അധ്യായം 1 മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന് 9 ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 5 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കും. അടുത്ത ആഴ്ച ആടി 3 അതോടൊപ്പം ദുരന്തർ 2 ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ തിയേറ്ററിൽ എത്രത്തോളം നിലനിൽക്കുമെന്നും എത്രത്തോളം നഷ്ടപ്പെടുമെന്നൊക്കെ കണ്ടുതന്നെ വരും. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ചിത്രം കളക്ഷൻ ഉയർത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.